കാണിച്ചു കാട്ടിക്കേ. പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നത് മാവോ അതോ പ്ലാവോ? ചോള ക്യാൻസൽ. ഇവിടെ എന്റെ ചെറുക്കന്റെ മൂള പോയി കിടക്കുക. അപ്പോഴാ കിളവിന് ചോള പറിക്കാണ്ട്. ഈ പണ്ടാരൊന്നും കേൾക്കുന്നില്ലല്ലോ. ക്ഷമിക്കണം മാഡം, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. പക്ഷേ അയ്യോ, എന്റെ മോന്റെ കാറ്റ് പോയോ? കാറ്റ് പോയിട്ടില്ല, പക്ഷേ കാറ്റ് മാത്രമേ ഇപ്പൊ പോകുന്നുള്ളൂ. 18ാമത്തെ തവണ 28 സപ്ലൈ 8 നിലയിൽ പൊട്ടി എന്നറിഞ്ഞതിന്റെ ആഘാതത്തിൽ അമ്മയുടെ മോൻ കോമ സ്റ്റേജിലായതാ. ഇനി അവൻ എഴുന്നേറ്റ് നടക്കുക സംസാരിക്കുക ഒന്നും ചെയ്യില്ല. യെസ്, ഹീസ് ഇൻ കോമ സ്റ്റേജ്. അതായിരുന്നോ? അവനല്ലേ സ്റ്റേജ് പേടിയുള്ളതാണ്. സഭാകമ്പം. ഇത് ആ സ്റ്റേജ് അല്ല, അതായത് ബോഡിയിൽ ജീവൻ മാത്രമേ ഉള്ളൂ, ഒരു പ്രതികരണ ശേഷിയില്ല. അയ്യോ ഡോക്ടറെ, അങ്ങനെയാണെങ്കിൽ അവൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കോമാ സ്റ്റേജിലാ. ഒരു പ്രതികരണ ശേഷിയില്ല. അത് ഉണ്ടാക്കണ എന്റെ മോൻ. ചേടാ കറ്റാർവാഴ. പക്ഷെ ഇവൻ സമയത്ത് വന്ന് ഉണ്ണാറില്ലേ, ഉറങ്ങാറില്ലേ, പെടുക്കാറില്ലേ, നടക്കാറില്ലേ? അതുണ്ട്. ഇനി അതൊന്നും ഉണ്ടാവില്ല. ഇയാളിനി എണീറ്റ് നടക്കില്ല. ഭക്ഷണം എല്ലാം ചെന്ന് വായിൽ വെച്ച് കൊടുക്കണം. ശരി, എന്നാ പിന്നെ ഈ ജന്മത്തോ എണീക്കില്ല. അതെന്താ? എല്ലാം ഒരുക്കി കൊടുക്കുമ്പോ അവൻ കിടന്ന് സുഖിക്കല്ലേ, പിന്നെ എങ്ങനെ എണീക്കാനാ? ഒരു പണി എടുക്കണ്ട, മെനക്കേടില്ലാത്ത പരിപാടിയല്ലേ. ഡോക്ടർക്ക് അറിയോ, എണീറ്റ് പോയി മൂത്രം ഒഴിക്കാനുള്ള മടി കാരണം തുമ്പത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കിടന്നുറങ്ങുന്ന മുതലാ ഈ ഐറ്റം. അൺഡിസ്റ്റിങ്വിഷബിൾ, അൾട്ടിമേറ്റ് എലിവാണം തന്നെ. അങ്ങനെയുള്ള മെനങ്ങാമടിയന് ഈ കിട്ടിയ കോമാ സ്റ്റേജ് സ്വർഗല്ലേ, സ്വർഗം. ആബ്സല്യൂട്ട്ലി. എന്നിരുന്നാലും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. മെഡിക്കൽ സയൻസിന് ചെയ്യാവുന്നതിലപ്പുറം ഞാൻ ചെയ്തു. ഇനി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നാ തോന്നുന്നത്. ഡോക്ടർ കൈ ഒഴിയരുത് പ്ലീസ്. ഞാൻ കൈ ഒഴിഞ്ഞതല്ല, ഒഴിവായതാ. ഇനിയിപ്പോ ആര് വന്ന് വിളിച്ചാലും, എന്തിന് ദൈവം തമ്പുരാൻ വന്ന് വിളിച്ചാൽ പോലും അയാൾ എണീക്കില്ല. ഹീസ് ഇൻ കോമ സ്റ്റേജ്. ഒരു പ്രത്യേക തരം സ്റ്റേജ് ആണ്. സംശയം ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചു നോക്കൂ. അങ്ങനെ പറയരുത് ഡോക്ടർ, അവന്റെ അമ്മയെ ഞാൻ വിളിച്ചാൽ എണീക്കും. എന്നാ വിളിച്ച ചമ്മിക്കോ, അല്ലാണ്ട് എന്ത് പറയാൻ. മോനെ ബബ്ലിഷേ, എണീക്കടാ. നിന്റെ അമ്മയെ വിളിക്കുന്നേ. എണീക്ക്, നിന്റെ അമ്മയാണോ വിളിക്കുന്നേ? എണീക്ക്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? അച്ഛൻ പാപ്പം പൊതി കൊടുക്കുന്നുണ്ട്, വേണേ എണീറ്റോ. പപ്പടവട ഉണ്ടോന്നാവേ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? പോരുന്നോ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക്? ഫീസ് തന്നിട്ട് ഇറങ്ങി പോണം മിസ്റ്റർ. ശരി.